ഇനി പുറം മേഖലകളിലേക്ക് നമ്മൾ പോയാൽ റമദാൻ മാസത്തിൽ നോമ്പ് മുമ്പ് കാലങ്ങളിലൊക്കെ നോമ്പ് നോറ്റ് ശീലിച്ച നാടുകളിൽ ഇപ്പോൾ പുതുതലമുറ നോമ്പ് പിടിക്കാത്തവർ വർദ്ധിച്ചു വരുന്നു. പലരും എങ്ങനെ ഈ നോമ്പ് പിടിക്കാതെ വൈകുന്നേരം വരെ എങ്ങനെ തള്ളി നിൽക്കുക? അതൊക്കെ ഒരു പഴഞ്ചനാണ്. അങ്ങനെ കണ്ടതുകൊണ്ട് അങ്ങനെ ഒരു വിഭാഗം ഇങ്ങനെ വളർന്നുയർന്നു വരുമ്പോ ഈ പറഞ്ഞ സംഗതികളൊക്കെ എളുപ്പത്തിൽ യാഥാർത്ഥ്യമാകും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഈ കഅബലെ അക്തിറു മിൻ സിയാറത്തി ഹാദൽ ബൈത്ത്, ഈ കഅബ സന്ദർശിക്കുന്നതോ ഹജ്ജ് ചെയ്യുന്നതൊക്കെ കഴിവിന്റെ പരമാവധി അധികരിപ്പിക്കണേ. മിൻ ഖബലി അൻ യുർഫഅ വ യൻസൻ നാസു മകാനഹു, ഈ സ്ഥലം ജനങ്ങൾ മറക്കുന്ന ഒരു സമയം വരുന്നതിന് മുമ്പ്, ഈ കഅബയിലേക്ക് വരുന്നത് ആളുകൾ മറക്കുന്നതിന്റെ മുമ്പ് കഅബ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്തോളി. ആ സംഗതി ആളുകൾ മറക്കുന്നതിന് മുമ്പ്. അപ്പൊ അവർ ചോദിക്കാം, ഖുർആനൊക്കെ ആളുകൾ പഠിച്ചിട്ട് ഓതാത്തൊരു സന്ദർഭമൊക്കെ വരും. ഈ ഖുർആൻ മനസ്സിലുണ്ടായിരുന്ന ആളുകളൊക്കെ പറയും, നമ്മൾ നേരത്തെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു അല്ലെ, കുറെ അറബി വാചകങ്ങളും മറ്റൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ പിന്നെ അതൊക്കെ പോയി ഇപ്പൊ നമുക്ക് നല്ല പദ്യങ്ങളും നല്ല കുറെ ഡയലോഗുകളും കാര്യങ്ങളും തമാശകളോ കിട്ടിയപ്പോ നമ്മുടെ ഇമങ്ങൾ കൂടി. ആ സമയമാകുമ്പോ മഹാനവറുകൾ പറയുന്നു, അതാണ് അല്ലാഹു തആല പറഞ്ഞത് വഇദാ വഖഅൽ ഖൗലു അലൈഹിം, ആ വാക്ക് ആ വചനം അവരുടെ മേൽ യാഥാർത്ഥ്യമായാൽ. ഇപ്പൊ ഈ വിവക്ഷ കൊണ്ട് മനസ്സിലാകുന്നത്, ഈ തഫ്സീർ അനുസരിച്ച് മനസ്സിലാകുന്നത്, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി, മഹാനവറുകളെ മറവ് ചെയ്യപ്പെട്ടു. പിന്നെ ജനങ്ങൾ അങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന ആ കാലഘട്ടത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ അവസ്ഥകളൊക്കെ വല്ലാതെ ജനങ്ങളിൽ നിന്ന് പോയി, ആളുകൾ ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ നിന്ന് കയ്യൊഴിഞ്ഞു പോകുന്ന, വിട്ടുപോകുന്ന ഒരു സന്ദർഭം. നല്ല ക്ഷേമ ഐശ്വര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിനങ്ങനെ മുന്നോട്ട് നീങ്ങി. പിന്നെ ഈ നന്മയും തിന്മ വിരോധിക്കുന്നൊക്കെ മറന്ന് ആളുകൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോ അപ്പോഴാണ് അഖ്റജ്നാ ലഹും